നമ്മളെ പഠിപ്പിച്ചു തന്ന ലീഡേഴ്സ് ആണ്. അപ്പൊ നമ്മുടെ ഓരോ കാര്യത്തിന്റെയും നവവിധ ഭക്തിയുടെ ലീഡേഴ്സിനെ നമ്മൾ കണ്ടു അല്ലെ. പൊതുവായി ഭക്തിയുടെ 12 ലീഡേഴ്സ് ഉണ്ട്. ഭക്തി എങ്ങനെയാവണം, എങ്ങനെയാണ് എന്നുള്ളത് കാണിച്ചു തന്ന ഐഡിയൽ ആയിട്ടുള്ള കുറച്ച് പേഴ്സൺസ് ആണ് ഈ 12 മഹാജനങ്ങൾ. ഓക്കെ, ഇതിൽ കുറെ നമ്മൾ പഠിച്ചവരുണ്ടാവും കേട്ടോ. പഠിച്ചവരും പഠിക്കാത്തവരും ഒക്കെ ഉണ്ട്. നവവിധ ഭക്തി വന്ന ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്, മഹത് വ്യക്തികളും ഇവിടെ വരുന്നുണ്ട്. പക്ഷേ നമ്മൾ അവരുടെ വിവിധ കഥകൾ, വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള വിവിധ കഥകൾ ഇവിടെ കാണും. ഇപ്പൊ നമുക്ക് ഏതാണ് നവവിധ ഭക്തിയുടെ ശ്ലോകം ഓർമ്മയുള്ളവർ എത്ര ആൾക്കാരുണ്ട് കാണാതെ പഠിച്ചവര്? മിഹിറുണ്ട് ഒരാള്. പിന്നെ ആരുള്ളത് നവവിധ ഭക്തിയുടെ കാണാതെ പഠിച്ചത്? കൈ പൊക്കിയ നോക്കട്ടെ, എത്ര ആൾക്കാരുണ്ട്? ആരുല്ലേ? സ്ക്രീൻ കാണുന്നുണ്ടോ നിങ്ങളിപ്പോ? ഹരേ കൃഷ്ണ സ്ക്രീൻ കാണുന്നില്ലേ? മിഹിർ പാടി. ഇനി ആർക്ക് പറ്റും കാണാതെ പാടാൻ? മിഹിർ മാത്രം. നമ്മൾ ഒരു മാസത്തോളായി നവവിധ ഭക്തി സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം. വെരി ഗുഡ്. ഇനി ആർക്കെങ്കിലും പറ്റുമോ? വിഷ്ണു സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം. വെരി ഗുഡ്. ഇനിയോ? അടുത്ത ദിവസം ഞാൻ എല്ലാവരോടും അരമടി സിയ. ഓക്കെ, സിയ. വ്യോം പാടൂ. വിഷ്ണു സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം ശക്യം ആത്മനിവേദനം. വെരി ഗുഡ്. അപ്പൊ കുറച്ച് ആൾക്കാരാണ് ശരിക്കും പഠിച്ചിട്ടുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ നമ്മൾ ഈ ക്ലാസ് പരാജയമായി പോയിട്ടോ നിങ്ങളെല്ലാവരും പഠിക്കാതിരുന്നാലേ? ഇത്രയും ദിവസം കിട്ടിയിട്ട് നമ്മൾ ആ ശ്ലോകം പഠിക്കണ്ടേ? വേണ്ടേ? നിർബന്ധമായി നിങ്ങൾ പഠിച്ചിരിക്കണം. നവവിധ ഭക്തി പഠിച്ച ഒരു കുട്ടിയോട് ഏതാളും ഫസ്റ്റ് ചോദിക്കാം, ഓ അതെവിടെയാ പറയണത് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ പ്രഹ്ലാദൻ പറഞ്ഞതാണ് അത് എന്ന് പറഞ്ഞിട്ട് ആ ശ്ലോകം അറിയണം. എല്ലാവർക്കും എവിഡൻസ് അല്ലേ കാര്യം? കേട്ടില്ലേ? അപ്പൊ ഇനി അടുത്ത ക്ലാസ് മുതലേ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളോട് ചോദിക്കും, അവരാ ശ്ലോകം ചൊല്ലിത്തരും. അതിന്റെ അർത്ഥം നാളെ എല്ലാവർക്കും ആ ശ്ലോകം അറിഞ്ഞിരിക്കണം. ഒരുപാട് ദിവസം തന്നു. എനിക്ക് നാളെയാണ് ഞാൻ ലാസ്റ്റ് ഡെഡ് ലൈൻ ആയിട്ട് തരുന്നത്. ആരോട് ചോദിക്കുന്നു അവര് ശ്ലോകം പറഞ്ഞു തരും. ബിക്കോസ് നമ്മളിപ്പോ 12 മഹാജനത്തിനെ പഠിക്കുമ്പോൾ വേറൊരു ശ്ലോകത്തിലേക്ക് കടക്കാൻ പോവുകയാണ്, 12 മഹാജനങ്ങളുടെ ശ്ലോകത്തിലേക്ക്. അപ്പൊ നമുക്ക് ആദ്യത്തെ അറിയില്ല എന്ന് പറഞ്ഞാൽ മോശമല്ലേ? കുറേ ദിവസത്തല്ലേ നമ്മുടെ ഒരു മാസത്തോളം നമ്മള് നവവിധ ഭക്തിയിലായിരുന്നു. ഏതെങ്കിലും ഒരു 3 ദിവസം എടുത്ത് മെല്ലെ മെല്ലെ പഠിച്ചാൽ ഓരോ വരി ഓരോ ദിവസം പഠിച്ചാലും 4 ദിവസം മതിയായിരുന്നു പഠിക്കാൻ അല്ലേ? പോരെ? നാളെ ഞാൻ ചോദിക്കുന്നവർക്ക് അത് കിട്ടിയിരിക്കണം കേട്ടോ. നവവിധ ഭക്തിയുടെ ശ്ലോകം ഓരോരുത്തരും എനിക്ക് ഇഷ്ടമുള്ള ഓരോ ആൾക്കാരോട്, ഇഷ്ടമുള്ള മീൻസ് എനിക്ക് തോന്നുന്ന ഓരോ ആൾക്കാരോട്, എല്ലാവരും എനിക്ക് ഇഷ്ടം തന്നെയാണ് കേട്ടോ. ആൾക്കാരോട് ചോദിക്കും. അപ്പൊ അവര് എനിക്ക് ഉത്തരം പറഞ്ഞു. ഏത് കുട്ടിയാണ് പറയാതിരിക്കണം നോക്കട്ടെ. എല്ലാവരും പറയുന്നതാണ് എന്റെ വിശ്വാസം കേട്ടോ. ഇപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നവവിധ ഭക്തി കഴിഞ്ഞിട്ട് 12 മഹാജനങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അവരെന്തുകൊണ്ടാണ് മഹാജനങ്ങളായി എന്നുള്ളതാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇനി ഇത് എവിടെയാണ് പറഞ്ഞിട്ടുള്ളത്? ആരെന്ത് ചോദിക്കുമ്പോഴും ഈ പറഞ്ഞിട്ടുള്ളത് എവിടുന്ന് എടുത്തിട്ടുള്ളത് എന്നൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. നിങ്ങൾക്ക് വിശ്വാസമില്ലാത്തൊരു കാര്യം നിങ്ങളോട് പറയുമ്പോഴും നിങ്ങൾ അവരോട് ചോദിക്കണം, ഇത് എവിടെയാ പറഞ്ഞിട്ടുള്ളത്, ഏത് ശ്ലോകത്തിലാ അല്ലെങ്കിൽ ഏത് ബുക്കിലാന്ന് ചോദിക്കണം. മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് കറക്റ്റ് നല്ലൊരു ബുക്കിൽ നിന്നാണ് അത് പറഞ്ഞത് എന്ന് അറിയുമ്പോ മാത്രമേ നമ്മൾ അത് വിശ്വസിക്കാൻ പാടുള്ളൂ. അപ്പൊ അതുപോലെ തന്നെ ഈ ശ്ലോകം പറഞ്ഞിട്ടുള്ളത്
ഈ 12 മഹാജനങ്ങളുടെ ശ്ലോകം പറഞ്ഞിട്ടുള്ളത് ഭാഗവതത്തിലെ ആറാമത്തെ ഖണ്ഡം, ആറാമത്തെ കാണ്ഡത്തിലെ 3-ാമത്തെ ചാപ്റ്ററില് 20-ാമത്തെ ശ്ലോകാണ്. 6, 3, 20 ഷോർട്ട് ഫോമിന് പറയും. 6-ാമത്തെ കാണ്ഡത്തിൽ 3-ാമത്തെ ചാപ്റ്ററിൽ 20-ാമത്തെ ടെക്സ്റ്റ്, 20-ാമത്തെ ശ്ലോകാണ്. ഇത് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ നവവിധ ഭക്തി നമുക്ക് ആരാണ് ശ്ലോകം പഠിപ്പിച്ചെന്നത്? ആരാണ് ശ്ലോകം പറഞ്ഞത്? നവവിധ ഭക്തിയുടെ പ്രഹ്ലാദ് മഹാരാജ്. ഇനി നമുക്ക് ഈ 12 മഹാജനങ്ങളെ കുറിച്ച് വിവരിച്ചു തന്ന വ്യക്തിയുടെ പേരാണ് യമരാജൻ. വിശ്വസിക്കാൻ പറ്റുമോ നിങ്ങക്ക്? യമരാജനാണ് കൃത്യമായി ആര് തെറ്റ് ചെയ്യുന്നു, ശരി ചെയ്യുന്നു, ആര് നന്മകൾ ചെയ്യുന്നു എന്നൊക്കെ നോക്കിയിരിക്കുന്ന ആള് അല്ലെ. അപ്പൊ യമരാജൻ നമുക്ക് പറഞ്ഞു തരുന്ന 12 വ്യക്തികൾ ഇങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞു തരുന്ന 12 വ്യക്തികളാണ് ഈ 12 മഹാജനങ്ങൾ. അപ്പൊ ആരാണ് പറഞ്ഞു തന്നത്? ഇത് 12 മഹാജനങ്ങളെ കുറിച്ച് നമുക്ക് പറഞ്ഞ ആളാരാണ്? യമരാജൻ. ഇനി എന്താണ് ശ്ലോകം? സ്വയംഭൂർ നാരദ ശംഭു. എന്താണ്? സ്വയംഭൂർ നാരദ ശംഭു കുമാര കപിലോ മനുഹു പ്രഹ്ലാദോ ജനകോ ഭീഷ്മോ ബലിർവയ്യാ സഖിർവയം. നിങ്ങൾക്ക് മലയാളം അയച്ചു തരണ്ടേ കേട്ടോ അതിന്റെ. സ്വയംഭൂർ നാരദ ശംഭു കുമാര കപിലോ മനുഹു പ്രഹ്ലാദോ ജനകോ ഭീഷ്മോ ബലിർവയ്യാ സഖിർവയം. എന്താണ് ഇതിന്റെ അർത്ഥം? എന്താണ് ഇത്? ഒരാൾ വായിക്കാൻ പറ്റുമോ? ട്രാൻസ്ലേഷൻ ഒന്ന് വായിച്ചേ, ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഒന്ന് വായിച്ചെന്നേ. ആരാ വായിക്കുന്നേ? വായിക്കൂ. സിയ വായിക്കുന്നുണ്ട്. സിയ കൈപ്പൊക്കിയുണ്ട്. ഓക്കെ, വായിച്ചു. വ്യോം. ഓക്കെ, വായിക്കൂ. ലോർഡ് ബ്രഹ്മ നാരദ Lord Shiva, the 4 Kumaras, Lord Kapila, സ്വയംഭുവ മനു. പിന്നെ ആരാ? അടുത്ത ആള് വായിച്ചേനി. വ്യോം വായിച്ചു. ബാക്കിയുള്ളത് ആരാ വായിക്കണ? കൈപ്പൊക്കിയെ കയ്യാരും പൊക്കണില്ലേ? മിഹിർ പൊക്കിയോ? ഓക്കെ, വായിക്കൂ ബാക്കി. കൈപ്പൊക്കിയിട്ടില്ല അല്ലെ? ശരി, ഓക്കെ. വേറെ ആരാ പൊക്കിയിട്ടുള്ളത്? കൈ കാണാല്ലേ ഇങ്ങട് കൈ പൊക്കുന്നവരെ? എനിക്ക് ഇത് സ്ക്രീൻ ഷെയർ നിങ്ങൾ എല്ലാവരും കാണുന്നില്ല, അതാണ് പ്രശ്നം. ഓക്കേ, ആരും കൈപ്പൊക്കിയില്ല. ആരും കൈപ്പൊക്കിയിട്ടുണ്ടല്ലോ. ഓക്കെ, അബൈ വായിച്ചോളൂ. അബയാണോ കൈപ്പൊക്കിയത്? വായിക്കേ. കപിലോ മനു പ്രഹ്ലാദോ ജാനുക ഭീഷ്മോ. അതെല്ലാം വിളിക്കാൻ പറഞ്ഞത്. ട്രാൻസ്ലേഷൻ ഞാൻ തന്നെ വായിക്കാം. നമ്മൾ നേരെ പോവാണ്. ശ്രദ്ധിച്ചോ? ലോർഡ് ബ്രഹ്മ, നാരദ, ലോർഡ് ശിവ, the 4 Kumaras, Lord Kapila, Swayambhuva Manu, Prahlada, Janaka, Bhishma, Bali Maharaj, Shukadeva Goswami, and I എന്ന് പറഞ്ഞ യമരാജൻ പറയുന്ന ആള് are the 12 Mahajana. These authorities know the real religious principle. ശരിയായ ധർമ്മബോധം അല്ലെങ്കിൽ റിലീജിയസ് പ്രിൻസിപ്പിൾ ഉള്ളവരാണ്, അറിയാവുന്നവരാണ് ഈ 12 ആളുകൾ. നോക്കുക, മഹത് വ്യക്തികള്. ഒന്നുകൂടി നോക്കാം. ആരാണ് സ്വയംഭൂ എന്ന് വെച്ച് കഴിഞ്ഞാല്? ലോർഡ് ബ്രഹ്മ. ബ്രഹ്മദേവൻ അറിയില്ല എല്ലാവർക്കും? സ്വയംഭൂ എന്ന് പറഞ്ഞാൽ ബ്രഹ്മദേവന്റെ വേറൊരു പേരാണ് സ്വയംഭൂ. രണ്ടാമത്തെ ആള് നാരദ മുനി. അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ആരും ഉണ്ടാവില്ല. അടുത്തത് ശംഭു, മഹാദേവൻ. അടുത്തത് സനത്കുമാര. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് 4 കുമാരന്മാരെ കുറിച്ച്. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? സനക, സനാതന, സനന്ദന, സനത്കുമാരന്മാരെ കുറിച്ച് നമ്മൾ പഠിച്ചു. 4 കുമാരന്മാര്.
ദേവഹൂതിയുടെ മകനായ കപില. ഭഗവാന്റെ ഒരു അവതാരം തന്നെയാണ് കപിലൻ. സ്വയംഭൂവ മനു, ആദ്യത്തെ മനു. ഓരോ യുഗത്തിൽ ഓരോ മനുക്കന്മാരുണ്ടാവും. അപ്പൊ അതിലെ ആദ്യത്തെ മനുവാണ് സ്വയംഭൂവ മനു. പ്രഹ്ലാദൻ പഠിച്ച കാര്യങ്ങളാണ്. പ്രഹ്ലാദനെ കുറിച്ച് ഒരുവിധം എല്ലാവർക്കും അറിയുണ്ടാവും. ജനകൻ, ആരാണ് ജനകൻ? എന്തെങ്കിലും അറിവുണ്ടോ ജനകനെ കുറിച്ച്? രാമന്റെ അച്ഛൻ. രാമന്റെ അച്ഛൻ ജനകന? നന്നായിണ്ട്. രാമന്റെ അച്ഛന്റെ പേരെന്താപ്പോ? ശ്രീരാമദേവന്റെ അച്ഛന്റെ പേരെന്താണ്? ദശരഥൻ. ജനകൻ എന്ന് പറഞ്ഞാൽ ജാനകിയുടെ അച്ഛനാണ് അല്ലെ? ജാനകി എന്നുള്ള പേര് വന്നിട്ടുള്ളത് തന്നെ ജനകനിൽ നിന്നാണ്. പിന്നെ ഭീഷ്മദേവൻ, ആർക്കെങ്കിലും അറിയോ ഇങ്ങനെ ഒരാളെ കുറിച്ച്? പിതാമഹനാണ്. ആരുടെയൊക്കെ പിതാമഹനാ? പാണ്ഡവരുടെയും കൗരവരുടെയും. ബലി മഹാരാജ്. പാണ്ഡവരുടെയും കൗരവരുടെയും. ബലി മഹാരാജ് അച്ഛന്റെ പേര്? ബലി മഹാരാജിന്റെ അച്ഛൻ എഴുതി കിട്ടുള്ളൂ. ബലി മഹാരാജിന്റെ അച്ഛന്റെ പേര് ഇന്നലെ പഠിപ്പിച്ചു. എഴുതി വെച്ചിട്ട് എന്നെ കിട്ടുള്ളൂ. ബലി മഹാരാജിന്റെ അച്ഛന്റെ പേര് ഇന്നലെ പഠിപ്പിച്ചു. പ്രഹ്ലാദ് മുത്തച്ഛന്റെ പേരാണ് പ്രഹ്ലാദ്. മുത്തച്ഛന്റെ പേരാണ് പ്രഹ്ലാദൻ. വിരോചനൻ കറക്റ്റ്. 11ാമത്തെ വ്യക്തി ഹിരണ്യകശിപു മുത്തച്ഛൻ. അല്ല, ഹിരണ്യകശിപു അതിന്റെ ബാക്കിലുള്ള ആളുകളാണ്. അച്ഛന്റെ പേര് വിരോചനൻ, മുത്തച്ഛന്റെ പേരാരാണ്? ഇനി പ്രഹ്ലാദ മഹാരാജ് കേട്ടോ. ഇനി സുഖദേവ ഗോസ്വാമി. 11ാമത്തെ ആളാരാണ്? സുഖദേവ ഗോസ്വാമി. നമ്മൾ പഠിച്ചുള്ളതാണ് അല്ലെ. 12ാമത്തെ ആരാണ്? യമരാജ തന്നെ. നമ്മൾ നോക്കി പഠിക്കേണ്ട എത്ര ആൾക്കാരുള്ളത് എന്ന് പറയണ 12 ആൾക്കാര്. കൃത്യമായി എന്താണ് ഭക്തി എന്ന് അറിയുന്ന 12 പേരെ കുറിച്ചാണ്. ഇനി ഞാൻ അവരുടെ ചിത്രം ഒന്നും കൂടി കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതാണ് ബ്രഹ്മദേവൻ, ലോർഡ് ബ്രഹ്മ. ബ്രഹ്മദേവൻ എവിടെയാണുള്ളത് എന്ന് അറിയോ ആർക്കെങ്കിലും? ബ്രഹ്മദേവൻ താമസിക്കുന്ന സ്ഥലത്തിന്റെ പേര്? നല്ല എളുപ്പമായി. ബ്രഹ്മലോകം. പിന്നെ വേറൊരു പേര് പറഞ്ഞേ? സത്യലോകം. എന്താണ്? സത്യലോകം. ഏറ്റവും 14 ലോകത്തിൽ ഏറ്റവും മേളിലുള്ള ലോകം. മനസ്സിലായില്ലേ? അതാണ് ബ്രഹ്മദേവന്റെ ലോകം. നാരദമുനിയുടെ പ്രത്യേകത എന്താ? പറയൂ ഓരോരുത്തരായിട്ട്. എല്ലാ ലോകത്തേക്കും പോവാൻ കഴിയും. നമുക്ക് നമ്മുടെ ഈ ഭൂമിയില് കുറച്ച് സ്ഥലത്ത് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിമുട്ടി പോവാൻ പറ്റുള്ളൂ. പക്ഷെ നാരദനാണെങ്കിൽ സെലസ്ട്രിയൽ എല്ലാ സ്ഥലത്തേക്കും, സ്പേസ്മാൻ എന്ന് വേണമെങ്കിൽ പറയാം, എല്ലായിടത്തേക്കും, ആത്മീയ ലോകത്തേക്കും ഭൗതിക ലോകത്തേക്കും ഏത് സമയത്തും എൻട്രിയുള്ള ഒരു ഭഗവാന്റെ പരമഭക്തനാണ് നാരദമുനി. നാരദമുനിയുടെ വായിൽ എപ്പോഴും എന്താ വരിക? ഭഗവാന്റെ നാമം മാത്രം അല്ലെ? ദേഷ്യപ്പെട്ടാലും നാരായണ എങ്ങനെയല്ലേ പറയാ? നാരദമുനി. നിങ്ങൾ വൃന്ദാവനത്തിലൊക്കെ പോയാലേ, നമുക്ക് വൃന്ദാവനം, ഇപ്പത്തെ വൃന്ദാവന പറയണ പണ്ടത്തെ കേട്ടോ. അപ്പൊ അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ എല്ലാവരും എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് അവര് ഇങ്ങനെ നാരായണ എന്നുള്ളതിന് പകരം രാധേ എന്നാണ് എപ്പോഴും പറയുക. ഇനിയിപ്പോ 2 വണ്ടി അടുത്തടുത്ത് വന്നിട്ട് അവർക്ക് ഇടിക്കാൻ പോയി, അല്ലെങ്കിൽ ഒരു വണ്ടി മറ്റേ വണ്ടീനെ ഓവർടേക്ക് ചെയ്തു. അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഭയങ്കര ബഹളായിരിക്കും, തല്ലും അടിപിടിയാവും. പക്ഷെ ഇവരെന്താ പറയാ? രാധേ ദേഷ്യാണെങ്കിലും എന്താണ് രാധയുടെ നാമം പറഞ്ഞ അങ്ങട് ഒഴിഞ്ഞു പോകും. അതുപോലെ തന്നെ അവരുടെ എല്ലാ വീടുകളിലും രാധേനെ ആരാധിക്കുന്നവരാണ് വൃന്ദാവനത്തിൽ ഏറ്റവും കൂടുതൽ, രാധാറാണി. അതുപോലെ നാരദൻ മഹർഷി എങ്ങനെയാണ്? മുഴുവൻ സമയം ആരുടെ നാമാണ് വായിൽ വരുന്നത്? ആരുടെ നാമാണ് വായിൽ വരുന്നത്? ഭഗവാന്റെ നാമം കേട്ടോ. സ്പേസ്മാൻ. ഇനി ശംഭു കേട്ടിട്ടില്ലേ? മഹാദേവരെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കേൾക്കാത്തവരാരും ഉണ്ടാവില്ലല്ലേ? ശംഭു. ഈ മഹാദേവരുടെ പ്രത്യേകത ധ്യാനിച്ചിരിക്കണുണ്ടോ? മഹാദേവരെ
ചിലപ്പോ നമുക്ക് ഇങ്ങനെ ജപമാല രുദ്രാക്ഷത്തിന്റെ മാല എടുത്ത് ജപിച്ചിരിക്കണ ചില ഫോട്ടോസ് നിങ്ങൾ കണ്ടുണ്ടാവുക. അങ്ങനത്തെ ഫോട്ടോസും ഉണ്ട്. അപ്പൊ ഈ ശംഭുവിന്റെ പ്രത്യേകത അല്ലെങ്കിൽ ശിവന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വൈഷ്ണവാനാം യഥാ ശംഭു. ഭാഗവതം പറയുന്നത് എന്താണ്? വൈഷ്ണവാനാം യഥാ ശംഭു. ശംഭുവിനേക്കാൾ ടോപ്പ് മോസ്റ്റ് വൈഷ്ണവ, ഭഗവാന്റെ ടോപ്പ് മോസ്റ്റ് ആയ ഭക്തനിലാണ് ആര് വരുന്നത്? ശംഭു വരുന്നത്. ഭഗവാന്റെ ഏത് അവതാരാണ് ശംഭു എന്നറിയോ നിങ്ങൾക്ക്? സംഘർഷണ അവതാരം. ഭഗവാന്റെ സംഘർഷണ അവതാരമാണ് സംഘർഷണ അവതാരം. ഈ സംഘർഷണ അവതാരമാണ് ശംഭു എന്ന് പറയുമ്പോ ഭഗവാൻ ഈ നമ്മുടെ ശംഭു മാല എങ്ങനെയാണ് ജപിക്കുന്നത്? ഓം ഈ സംഘർഷണ അവതാരമാണ് ശംഭു എന്ന് പറയുമ്പോ ഭഗവാൻ ചെയ്യുന്നത് നമ്മുടെ ശംഭു ജപിക്കുന്ന മാല എങ്ങനെയാണ് ജപിക്കുന്നതെന്ന് അറിയോ? ജപിക്കാനൊന്നുമില്ല. ഓം സംഘർഷണായ നമഃ. ധ്യാനത്തിലിരിക്കുമ്പോ എന്താ ധ്യാനം ചെയ്യുന്നത്? ജപിക്കില്ല. എന്തുകൊണ്ടാണ് ആര് ജപിക്കുക? ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള മന്ത്രമാണ്. അതിനൊരു പ്യൂരിറ്റി ക്വാളിഫിക്കേഷൻ ഒക്കെ വേണം. ആ ക്വാളിഫിക്കേഷനും പ്യൂരിറ്റി ഉള്ളത് ആർക്കാണ്? ശംഭു. വൈഷ്ണവാനാം യഥാ ശംഭു. ടോപ്പ് മോസ്റ്റ് വൈഷ്ണവനായ ശംഭു അല്ലെങ്കിൽ മഹാദേവർക്ക് മാത്രമാണ്. മഹാദേവർക്കും ഭഗവാനെ പോലെ തന്നെ മരണമൊന്നുമില്ല. പക്ഷെ എന്താണ് മഹാദേവരും ഭഗവാനും തമ്മിലുള്ള വ്യത്യാസം? പാലും തൈരും തമ്മിലുള്ള വ്യത്യാസം. ഭഗവാന്റെ തന്നെ ഒരു പ്രോഡക്റ്റ് തന്നെയാണ് പാലിന്റെ ഒരു പ്രോഡക്റ്റ് ആണ് തൈര്. അല്ലെ? പക്ഷെ തൈരിന്ന് പാലാക്കാൻ പറ്റുമോ? അത്രേ ഉള്ളൂ വ്യത്യാസം. മനസ്സിലായ? പാലുണ്ടാക്കാൻ പറ്റില്ല, തൈരിൽ നിന്ന് പാലുണ്ടാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ ഭഗവാനിൽ നിന്ന് ശംഭു വന്നു, ശംഭുവിൽ നിന്ന് ഭഗവാനെ നമുക്ക് ഒരിക്കലും ഉണ്ടാക്കാനായിട്ട് കഴിയില്ല. ആ ഒരു വ്യത്യാസം മാത്രം. രണ്ടാളും സനത്കുമാരന്മാര് ആരാണ്? രണ്ട് വ്യക്തികളാണ്. ഓക്കെ, ഇനി അടുത്തത് സനത്കുമാരന്മാര് ആരാണ്? സനത്കുമാരന്മാര് ആർക്കെങ്കിലും കാണാതെ ഓർമ്മയുണ്ടോ? 4 സനത്കുമാരന്മാരെ ഓർമ്മയുള്ളവരൊന്ന് പറഞ്ഞേ, മിടുക്കന്മാരെ കാണിച്ചേ. ഋതു മഹാരാജാവ് ആരാധന ചെയ്തിരുന്ന പറഞ്ഞോ. സനന്ദന, സനത്ത്, സനാതന, പിന്നെന്താ പറഞ്ഞേ? സനക. ഓക്കെ, ആദ്യം തന്നെ പഠിച്ചിട്ടുണ്ട് അത്. ഓക്കെ, അവരുടെ മുഖം നോക്കി എന്താ പ്രത്യേകത? അവരെ കാണുമ്പോ അവരെപ്പോഴും കുട്ടികളായിരിക്കും. മനസ്സിലായ? മനസ്സില് കാപട്യമില്ലാത്തവരെപ്പോഴും അവരുടെ മുഖം അങ്ങനെ ഇരിക്കും, കുഞ്ഞു കുട്ടികളുടെ പോലെ ഇരിക്കും. ഓക്കെ, അപ്പൊ അതിന് എക്സാമ്പിൾ ആണ് തീരെ കാപട്യമില്ലാത്ത പ്യുവർ ഭക്തിയും പേറി നടക്കുന്ന, ശുദ്ധമായ ഭക്തിയോടുകൂടി നടക്കുന്ന ഈ 4 കുമാരന്മാരും എപ്പോഴും കുഞ്ഞു കുട്ടിയുടെ നിഷ്കളങ്കമായ, അല്ലെ, അത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും, വളരെ നിഷ്കളങ്കമായ മുഖമാണ് അവരുടെ. കപിലൻ എന്ന് പറയുന്നത് ഇതൊരു നമ്മളെ ഉപദേശിക്കുന്ന അമ്മമാരെ കുറിച്ച് നമുക്ക് നമ്മളെയല്ലേ അമ്മമാര് ഉപദേശിക്കാറ് നന്നാവാൻ വേണ്ടിട്ടൊക്കെ. പക്ഷേ നമ്മളെയല്ലേ അമ്മമാര് ഉപദേശിക്കാറ് നന്നാവാൻ വേണ്ടിട്ടൊക്കെ. പക്ഷേ ഭാഗവതത്തിലെ ഒരു പ്രത്യേക ഭാഗത്ത് ഗുരുവായി സ്വീകരിക്കുന്നുണ്ട്. അമ്മയിൽ ദേവഹൂതി, അമ്മ മകനെ ഗുരുവായി സ്വീകരിക്കുന്നുണ്ട്. സ്വന്തം മകനെ, മനസ്സിലായില്ലേ? അമ്മ സ്വന്തം പുത്രനെ ഗുരുവായി സ്വീകരിക്കുന്നുണ്ട്. അമ്മയുടെ പേര് ദേവഹൂതി. ദേവഹൂതി എന്ന് പറഞ്ഞ അമ്മ സ്വന്തം മകനെ ഗുരു പറയപ്പെടുന്ന ആരാണ്? കപിലദേവൻ. ഇനി മനസ്സിലാവുണ്ടോ? ക്ലിയർ ആവുണ്ടോ? സ്വയംഭൂവമനു ആദ്യത്തെ മനുവാണ്. അതിനെ കുറിച്ച് ഞാൻ അടുത്തത് വിവരിച്ചു തരാം നിങ്ങൾക്ക്. മനുവിനെ കുറിച്ച് സ്വയംഭൂവ മനു ആദ്യത്തെ മനുവാണ്. അതിനെ ഞാൻ ക്ലാസ് എടുക്കുമ്പോ കൂടുതൽ വിവരിച്ചു തരാം നിങ്ങൾക്ക്. മനുവിനെ കുറിച്ച് ഒരു ഐഡിയ ഇപ്പൊ ഇല്ല. ഇനി അടുത്തത് ആരുമില്ലേ? ഇത്രയും പറയാൻ ആരും ഇല്ലേണ്ട അയ്യപ്പോ. ആരാണ് പ്രഹ്ലാദൻ? ഹിരണ്യകശിപുവിന്റെ മകൻ. പറയൂ കേക്കട്ടെ. പ്രഹ്ലാദ മഹാരാജാവാണ്. ആരാണ് ഈ പ്രഹ്ലാദ മഹാരാജ്?
ഹിരണ്യകശിപു ശരി. ഹിരണ്യകശിപുവിന്റെ മകൻ ശരി. പിന്നെ അമ്മയുടെ പേര് ഓർമ്മ ഉണ്ട് ആർക്കെങ്കിലും? മറന്നോ? കയാതു. ഹിരണ്യകശിപുവിന്റെയും കയാതുവിന്റെയും ഈ മകൻ എവിടെ നിന്നാണ് ഭക്തി പഠിച്ചത്? ആരുടെ ഏത് മുനിയിലെത്തുന്ന ഭക്തി പഠിച്ചത്? ഇനി ജനക മഹാരാജൻ. ആരാണ് ജനക മഹാരാജ? ഓൾറെഡി നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ആരുടെ അച്ഛനാണ്? സീതാദേവി അല്ലെങ്കിൽ ജാനകിയുടെ അച്ഛനാണ് ആരേ? ജനക മഹാരാജ്. അടുത്തത് ഭീഷ്മദേവരെ കുറിച്ചും ഒന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല അല്ലെ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇനി നമ്മൾ കഥ പറയും, അപ്പൊ കൂടുതലായിട്ട് അറിയും. നിങ്ങൾക്ക് കുറച്ച് കഥകളാവും അറിയുണ്ടാവുള്ളൂ. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും കേട്ടോ. ഇനി ബലി മഹാരാജ് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്, കൂടുതലൊന്നും പറയാനില്ല. അടുത്തത് സുഖദേവ ഗോസ്വാമി. അതിനെ കുറിച്ച് അറിയാലോ. ആരുടെ ഏത് നവവിധ ഭക്തിയിലെ എന്തിന്റെ ആചാര്യനാണ് സുഖദേവ ഗോസ്വാമി? കീർത്തനം. വെരി ഗുഡ്. കീർത്തനത്തിന്റെ ആചാര്യനാണ് സുഖദേവ ഗോസ്വാമി. ആരുടെ മകനാണ്? സുഖദേവ ഗോസ്വാമി ആരുടെ മകൻ? വ്യാസദേവൻ. വെരി ഗുഡ്. വ്യാസദേവന്റെ മകനാണ്. ഇനി ഒരു ക്വസ്റ്റ്യൻ. എവിടെ നിന്നാണ് ഭക്തിയുടെ നിർദ്ദേശങ്ങളും ഭക്തി എന്താണെന്നുള്ളതും സുഖദേവ ഗോസ്വാമി പഠിച്ചത് ആരിൽ നിന്നാ? വ്യാസദേവനിൽ നിന്ന് തന്നെയാണ്. അമ്മയ്ക്ക് ഉപദേശിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വ്യാസദേവനിൽ നിന്ന് വയറിലിരിക്കുന്ന സുഖദേവ ഗോസ്വാമി എല്ലാം പഠിച്ചു കേട്ടോ. അപ്പൊ ഈ കാര്യത്തിൽ നിന്ന് നമുക്ക് ഇപ്പൊ മനസ്സിലായത് എന്താണ്? പ്രഹ്ലാദ മഹാരാജും ഗർഭസ്ഥ അവസ്ഥയിലാണ്, ശിശുവായിരിക്കുമ്പോഴാണ് ഇതെല്ലാം പഠിച്ചത് അല്ലെ? അതുപോലെ സുഖദേവ ഗോസ്വാമി പലരും അഭിമന്യു ചക്രവ്യൂഹത്തിന്റെ ഉള്ളിൽ പെടുന്നതിനെ കുറിച്ചെല്ലാം, ഉള്ളിലേക്ക് പോകുന്നതിനെ കുറിച്ചെല്ലാം പഠിച്ചത് ഗർഭസ്ഥ ശിശുവായിരിക്കുമ്പോഴാണ്. അപ്പോ ഈ അമ്മമാര് എന്ത് ചെയ്യണം നിങ്ങൾ പറഞ്ഞു കൊടുക്കണം ഇനി. ഓക്കെ, ഗർഭിണികളായിരിക്കുന്ന അമ്മമാരുടെ ഏറ്റവും പ്രധാന ഡ്യൂട്ടി എന്താണ്? ഇങ്ങനെയുള്ള ഭക്തിപരമായ പുസ്തകങ്ങൾ വായിച്ച് കുട്ടികളെ, ജനിക്കാൻ പോകുന്ന കുട്ടികളെ വളരെ സാത്വികരാക്കി മാറ്റുക എന്നുള്ളതാണ്. കേട്ടില്ലേ? യമരാജൻ ആർക്കെങ്കിലും അറിയോ ആരതെന്ന്? ആരാ യമരാജൻ? ആർക്കും അറിയില്ല കേട്ടോ. മരണത്തിന്റെ ദേവൻ. യമരാജൻ ഒരു പുത്രനുണ്ട്. അതിന്റെ പേരറിയോ? ഞാൻ ഇതിൽ കഥകളിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. യമരാജന്റെ ഒരു മകന്റെ പേര് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? യമരാജന്റെ ഒരു അംശം കിട്ടിയിട്ടുണ്ട്. ധർമ്മരാജൻ. ഏതാണ് മകൻ? കുന്തി ദേവിക്കാണ് ആ മകനെ കിട്ടിയത്. ഇനി പറയാൻ കിട്ടുമോ? ആരാ? യുധിഷ്ഠിരൻ. വെരി ഗുഡ്. ധർമ്മരാജൻ അല്ലേ? യുധിഷ്ഠിരൻ. ധർമ്മരാജൻ എന്നുള്ള പേരിൽ തന്നെയാണ് ചിലപ്പോ യുധിഷ്ഠിരൻ അറിയപ്പെടുന്നത്. അത്രയും ധർമ്മത്തെ കാത്തു സൂക്ഷിച്ചിരുന്ന വ്യക്തിയായിരുന്നു യുധിഷ്ഠിരൻ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സില്. നമ്മുടെ സമയം അധികമായി തോന്നുന്നു. 6:37. 7 മിനിറ്റ് കൂടുതലാണ്.